കുന്നത്തൂരിൽ ഉജ്ജ്വലമായ വിജയം നേടും. UDF സ്ഥാനാർത്ഥി ഉജ്ജ്വലമായ വിജയം നേടും. വളരെ ചിട്ടയായ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ ആ പ്രവർത്തനങ്ങൾ കൃത്യമായ വിലയിരുത്തി നേരിയ വ്യത്യാസത്തിന് കഴിഞ്ഞ പ്രാവശ്യം പരാജയപ്പെട്ട സീറ്റ് വലിയ ഭൂരിപക്ഷത്തിൽ ഈ സീറ്റ് തിരിച്ചെടുക്കും. കൊല്ലം ജില്ലയിൽ ഉജ്ജ്വലമായ വിജയം UDFനുണ്ടാവും. നിരവധി സീറ്റുകൾ UDFന് കിട്ടും. ചില സ്ഥലത്ത് ടൈറ്റായി മത്സരം നടക്കുന്നുണ്ട്. അത് അവസാന ഘട്ടത്തിൽ UDFന് അനുകൂലമായി മാറും. ഒരു കാര്യം നമുക്കറിയാം, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് എങ്ങും എത്താതെ അവസാനിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അനാവശ്യമായ സമ്മർദ്ദം SITയുടെ മീതെ ഉണ്ട് എന്ന ആരോപണം ഞാൻ ആവർത്തിക്കുന്നു. എല്ലാ പ്രതികളും സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം നേടി പുറത്തിറങ്ങിയാണ്. ഒരു തെളിവുമില്ല. നേരത്തെ തന്നെ തെളിവില്ല. തെളിവുകളെല്ലാം ഈ പുറത്തിറങ്ങിയ പ്രതികളെല്ലാവരും നശിപ്പിക്കുകയാണ്. ഏറ്റവും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് CPMന്റെ ഉന്നതരായ നേതാക്കന്മാർ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിൽ പോയിട്ടും അവർക്കെതിരായി നടപടിയെടുത്തില്ല. അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ കിടന്ന ഒരാൾ ഇപ്പോഴും CPMന്റെ ജില്ലാ കമ്മിറ്റിയിലുണ്ട്. എന്തുകൊണ്ടാണ് CPM നടപടിയെടുക്കാത്തത്? അവരെ ഭയന്നിട്ടാണ്. കാരണം അവർക്കെതിരായി നടപടിയെടുത്താൽ അവർ മന്ത്രിമാരുൾപ്പെടെയുള്ള മുൻ മന്ത്രി ഉൾപ്പെടെയുള്ള പേരുകൾ അവരുടെ പങ്കാളിത്തം പറയുമെന്ന് ഭയപ്പെട്ടിട്ടാണ്. മാത്രമല്ല, ശബരിമലയിൽ അഫിഡവിറ്റ് കൊടുക്കണം എന്ന് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടും തിരുത്തണമെന്ന് തീരുമാനിച്ചിട്ടും അവിടെയും ഇവിടെയും ഇല്ലാത്തൊരു തീരുമാനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് പണ്ഡിതരോട് ചോദിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബലം പ്രയോഗിച്ച് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയ സമയത്ത് പിണറായി വിജയൻ പണ്ഡിതരോട് ചോദിച്ചിട്ടാണോ അവരെ കയറ്റിയത്? ആണോ? അല്ല. അപ്പൊ അഫിഡവിറ്റ് തിരുത്തുമോ എന്ന് ചോദിച്ചാൽ തിരുത്തും, തിരുത്തില്ല എന്ന് ചോദിച്ചാൽ തിരുത്തില്ല എന്നുള്ള അഴകുഴമ്പൻ നിലപാടാണ് ശബരിമല വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഉത്തരവാദികളായ ആളുകൾക്ക് മുഖ്യമന്ത്രിയും ഭരണകൂടവും CPMഉം കൊട പിടിച്ചു കൊടുത്തിരിക്കുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ച തന്നെയാവും. കുടിവരവുമായി ബന്ധപ്പെട്ട് കേസെടുക്കാനുള്ള തെളിവില്ല എന്നാണ് പറയുന്നത്. UDF ഭരണസമിതിക്ക് വലിയ ആരോപണമൊക്കെ ഒരു തെളിവില്ല. കാരണം എന്താ? ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് നടത്തിയത്. അഡ്വക്കേറ്റ് കമ്മീഷണർ അത് സംബന്ധിച്ച റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുക്കുകയും ഹൈക്കോടതി അതിനെ അഭിനന്ദിക്കുകയും ചെയ്തതാണ്. കറക്റ്റായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ്, ദേവസ്വത്തിന്റെ മാനുവൽ അനുസരിച്ചാണ്, നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് അത് നടത്തിയത് എന്ന അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ, ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നടത്തുകയും അതിനെ ഹൈക്കോടതി അഭിനന്ദിക്കുകയും ചെയ്ത. ഇത് മറച്ചുവെക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാര്യം വെറുതെ പറയുന്നില്ല, അതിലൊരു കാര്യമില്ല. അത് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ എതിർക്കുന്നത്, രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് മോശമായ പരാമർശം നടക്കുന്നത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഗുഡ് ബുക്കിൽ കയറാൻ വേണ്ടിയിട്ടാണ്. കാരണം കുറെ കേസുകൾ വെച്ച്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസുകൾ വെച്ച് അവർ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. തൃശൂരിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കരുവന്നൂർ ബാങ്ക് വെച്ച് EDയെ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തതുപോലെ ഇപ്പൊ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ കുറിച്ച് മോശമായി സംസാരിച്ചാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഗുഡ് ബുക്കിൽ കയറും. മനസ്സിലായോ? നല്ല സർട്ടിഫിക്കറ്റ് കിട്ടും. അതിനുവേണ്ടി അവരുടെ മുന്നിൽ 90 ഡിഗ്രിയിൽ കുനിഞ്ഞാണ് ഈ മുഖ്യമന്ത്രി നിൽക്കുന്നത്. അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞാൽ ഏത് കടലാസിൽ ഒപ്പിട്ട് കൊടുക്കും. PM ശ്രീയിൽ ഒപ്പിട്ട് വന്നിട്ട് CPIക്കാര് അതിൽ ഒപ്പിടരുത് എന്ന് വാശി പിടിക്കുമ്പോൾ ഒപ്പിട്ട കാര്യം മറച്ചുവെച്ച് മന്ത്രിസഭാ യോഗത്തിൽ ഇരുന്ന കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. സ്വന്തം മന്ത്രിമാരെ പോലും കബളിപ്പിച്ചു. ഒപ്പിട്ടിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. ഇവർ ഒപ്പിടരുത് എന്ന് വാശി പിടിക്കുമ്പോൾ ഒപ്പിട്ട കാര്യം മിണ്ടാതെ സ്വന്തം മന്ത്രിമാരുടെ കയ്യിൽ നിന്നും ഈ വിവരം മറച്ചുവെച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അപ്പൊ അവരെ സൂചിപ്പിക്കാനാണ് പറയുന്നത്. ഈ രാജ്യത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം, ഫാസിസത്തിനെതിരായി, ഏകാധിപത്യത്തിനെതിരായി, വർഗീയതയ്ക്കെതിരായി, നരേന്ദ്രമോദി സർക്കാരിനെതിരായി സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. അദ്ദേഹം പറഞ്ഞില്ലേ, 55 മണിക്കൂറാണ് അദ്ദേഹത്തെ ED ചോദ്യം ചെയ്തത്. എന്താ ധാരണ പുറത്താണോ? പിണറായി വിജയനോട് എനിക്ക് ചോദിക്കാനുള്ളത്, 55 മണിക്കൂർ ED സുഖമില്ലാത്ത സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്തത് ഡീലായിരുന്നോ? പറയുമ്പോ സൂക്ഷിച്ച് നിങ്ങൾ പറയണം. നിങ്ങളായിക്കോ, നിങ്ങൾ അവരുടെ നല്ല പുസ്തകത്തിൽ കയറി ഈ കേസിൽ നിന്നെല്ലാം തലയൂരാൻ നോക്കിക്കോ. രാഹുൽ ഗാന്ധിയുടെ നേരെ വേണ്ട. അത് രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്.